ഒരു തവണ ചുറ്റുക, ലൂപ്പിലൂടെ എടുക്കുക, പുള്ളപ്പ് ചെയ്യുക, 2 ലൂപ്പിലൂടെ പുള്ളപ്പ് ചെയ്യുക, പിന്നെ ഒരു തവണ ചുറ്റുക, 2 ലൂപ്പിലൂടെ പുള്ളപ്പ് ചെയ്യുക. അങ്ങനെ ഡബിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്ത് 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് ഇന്ന് 3ാമത്തെ ഡബിൾ ക്രോഷ്യാണ് കേട്ടോ. മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യാം. ഒരു ചെയിൻ ചെയ്തതിന് ശേഷം പിന്നെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ചെയ്യുക, ഒരു ചെയിൻ ചെയ്തതിന് ശേഷം 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. യാൺ ചുറ്റുക, 2ാമത്തെ ഡബിൾ ക്രോഷ്യാണ്. 3ാമത്തെ ഡബിൾ ക്രോഷ്യ. അതിനുശേഷം നേരത്തെ ചെയ്തത് തന്നെ ട്രിപ്പിൾ ക്രോഷ്യ മെത്തേഡ്. ഈ ട്രിപ്പിൾ ക്രോഷ്യ മെത്തേഡ് 3 തവണയാണ് ചെയ്യേണ്ടത്. 2 തവണ ട്വിസ്റ്റ് ചെയ്യുക, ലൂപ്പിലൂടെ എടുക്കുക, 2 ലൂപ്പിലൂടെ പുള്ളപ്പ് ചെയ്യുക, പിന്നെ യാൺ ഓവർ, 2 ലൂപ്പിലൂടെ പിന്നെ യാൺ ഓവർ. 3ാമത്തത് അങ്ങനെ ഫുൾ സ്റ്റിച്ചും കഴിഞ്ഞ് ആ യാണെടുത്ത് വലിക്കുക. വലിച്ച് കഴിയുമ്പോൾ ഹാർട്ട് ഷേപ്പിൽ കിട്ടും. അടുത്തതായിട്ട് ചെയ്യുന്നത് സ്ലിപ്പ് നോട്ടാണ്. ഉള്ളിൽ കൂടി എടുക്കുക, യാൺ വലിക്കുക, ആ യാണിൻ്റെ പിന്നെ വലിക്കുക, സ്ലിപ്പ് നോട്ട് ചെയ്ത് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് ചെയ്യുക, യാൺ കട്ട് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രോഷ്യ ഹാർട്ട് റെഡിയാണ്. പിന്നെ നമുക്ക് ആ വന്ന യാൺ കെട്ടിയിട്ട് കൊടുക്കാം. കീ ചെയിനായിട്ടോ ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലോ ഈ ക്രോഷ്യ ഹാർട്ട് ചെയ്യാവുന്നതാണ്.